പോകുന്നില്ല, ഞാൻ വളരെ പെട്ടെന്ന് എത്താം. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇവിടെ ശ്രീ റെജി ലൂക്കോസ് അദ്ദേഹം ഇടത് സഹയാത്രികനാണ്, ഈ സൂചിപ്പിച്ചതുപോലെ CPM സഹയാത്രികനാണ് എങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതല്ലേ ഇതിനകത്ത് വസ്തുത എന്നതും പരിശോധിക്കേണ്ടതല്ലേ? കാരണം ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി, ആ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് അവർക്ക് തടിയൂരാൻ പറ്റാത്ത ഒരു പശ്ചാത്തലം, അത് തന്നെയല്ലേ ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമായിട്ടുള്ളത്. ഇത് ഇടതുപക്ഷം പടച്ചുവിട്ടൊരു വാർത്തയോ അല്ലെങ്കിൽ മാധ്യമ സൃഷ്ടിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈകഴുകാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണോ ഉള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം? അഭിലാഷ, വളരെ കൃത്യമായിട്ട് തന്നെ പറയാൻ കഴിയും, ഇത് മാധ്യമങ്ങൾ സൃഷ്ടിച്ച വാർത്തയല്ല, ഇത് CPM ഉണ്ടാക്കിയ വാർത്തയല്ല. ഇത് യഥാർത്ഥത്തിൽ ഈ വാർത്തയുടെ ഉറവിടം തേടിപ്പോയാൽ ഇങ്ങനെ ഒരു വാർത്തയ്ക്ക് ഒരു ആധികാരികത നൽകിയതിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം കോൺഗ്രസ് ഹൈക്കമാൻഡിനാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. അല്ലെങ്കിൽ ഇതുപോലെ പലവട്ടം ഡൽഹി സന്ദർശനം നടത്തിയിട്ടുള്ള കെ സുധാകരനെ ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങോട്ട് വിളിക്കുന്നത് ഒരു ചേതോവികാരം എന്തായിരുന്നു? അങ്ങനെ വിളിച്ചു വരുത്തി അദ്ദേഹമായിട്ട് കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും അധ്യക്ഷനേക്കാൾ വലിയ അധ്യക്ഷനായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തുന്നു. 45 മിനിറ്റ് നേരം ചർച്ച നടത്തുന്നു. വളരെ ഊഷ്മളമായിട്ട് അദ്ദേഹത്തെ വരവേൽക്കുന്നു. അതിനേക്കാൾ ഹൃദയസ്പർശിയായിട്ട് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുന്നു. ഇതൊക്കെ വളരെ യാദൃച്ഛികമായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. ഇതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യവും ഇല്ലായിരുന്നു, ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് നമുക്ക് വിഴുങ്ങാൻ പറ്റുമോ? അത് അപ്പൊ യഥാർത്ഥത്തിൽ ഉദ്ദേശം ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ മാറ്റണം എന്ന് ഹൈക്കമാൻഡ് ആലോചിച്ചിരുന്നു. മാത്രമല്ല, ശ്രീ റെജി പറഞ്ഞ കാര്യങ്ങൾ ഓൺ ചെയ്തതാണ് ഇന്നലെ. അതായത് ദീപാദാസ് മുൻഷി എന്ന് പറയുന്ന AICC ജനറൽ സെക്രട്ടറി, കേരളത്തിന്റെ പ്രത്യേക ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി, നിരീക്ഷക ഈ പറഞ്ഞ രീതിയിലുള്ള റിപ്പോർട്ട് കൊടുത്തിരുന്നു. ആ റിപ്പോർട്ടിൽ കേരളത്തിലെ നേതാക്കളുമായിട്ട് നടത്തിയ ചർച്ചകൾക്ക് ശേഷം ഈ ഘട്ടത്തിൽ APCC അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് ആ ചുമതലയിൽ നിന്ന് കെ സുധാകരനെ മാറ്റുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ മാറ്റേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായിട്ട് നിർവഹിക്കാൻ പറ്റുന്നില്ല, പാർട്ടിയെ ചലിപ്പിക്കാൻ കഴിയുന്നില്ല, ഇന്ദിരാഭവനിൽ യഥാസമയം എത്താൻ പറ്റുന്നില്ല, പാർട്ടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, തുടങ്ങിയ കുറെ കാര്യങ്ങൾ അവരുടെ റിപ്പോർട്ടിലുണ്ട്. അതിനടിവരയിടുന്ന രീതിയിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സർവേ നടത്തിയിട്ടുള്ള കനുകൂലുവിന്റെ റിപ്പോർട്ടും ഉണ്ടെന്ന് പറയുന്നു. അല്ല, പറയുകയല്ല ശ്രീ ജോർജ് പൊടിപ്പാറ, ഞാനിവിടെ ഒരു കാര്യം ചേർത്ത് വെക്കാം. വളരെ കൃത്യമായി ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യനാണ് ആദ്യം സുധാകരൻ പ്രതികരണം നൽകുന്നത്. അവിടെ കൃത്യമായി ഞങ്ങളുടെ പ്രതിനിധി ചോദിക്കുന്നുണ്ട്, ഈ താങ്കൾക്കെതിരെ ഒരു റിപ്പോർട്ട് ഹൈക്കമാൻഡിന് ലഭിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറയുന്നുണ്ട് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്, അതിൽ താങ്കളെ മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടോ? മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇതാരാണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഒരു നേതാവാണ്, കേരളത്തിലെ ഒരു നേതാവാണ് അതിന് പിന്നിൽ, അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുമാണ് എന്ന് പറയുന്നു. അത് VD സതീശൻ, അദ്ദേഹം പറയുന്നില്ല, പക്ഷേ അത് VD സതീശൻ എന്നത് കേൾക്കുന്ന ആർക്കും സ്വാഭാവികമായി മനസ്സിലാകുന്ന ഒന്നല്ലേ? വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കാവുന്നതാണ് അത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, കുറെ കാലമായിട്ട് അവർ തമ്മിലുള്ള ബന്ധം നല്ല ഊഷ്മളമല്ല. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ഒന്നാമത് തെറ്റുപറ്റിയിരിക്കുന്ന ഹൈക്കമാൻഡിനാണ്. കേരളത്തിലെ കോൺഗ്രസ്സുകാരെയോ VD സതീശനെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പഴിചാരിയിട്ട് കാര്യമില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് ആണ് ശ്രീ സുധാകരനെ KPCC അധ്യക്ഷനാക്കിയത്. ആ അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ നിയോഗിച്ചത് ഒരു പാക്കേജിന്റെ ഭാഗമായിട്ടാണല്ലോ. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് പാർട്ടി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദയനീയ പരാജയം ഏറ്റുവാങ്ങിയ പശ്ചാത്തലത്തിൽ അന്നത്തെ KPCC പ്രസിഡന്റിനെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയും അത്രയൊന്നും എന്താ പറയാ അഭിമാനകരമല്ലാത്ത, അത്രയൊന്നും മാന്യമല്ലാത്ത രീതിയിൽ എക്സിറ്റ് കൊടുത്ത് അവരെ രണ്ടുപേരെയും എടുത്ത് കളഞ്ഞിട്ട് പകരം ഇവർ രണ്ടുപേർക്ക് ഒരു ദൗത്യം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതൊരു മിഷനായിരുന്നു, അതൊരു പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണത്തിൽ പിന്നീടുള്ള ഈ 4 വർഷത്തെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ റെജി ലൂക്കോസ് പറഞ്ഞിട്ടുള്ള പോലെയൊന്നും അല്ല കാര്യങ്ങൾ. എല്ലാം വളരെ സുഖമാണ്. ഇടതു മുന്നണി അങ്ങനെ കേക്ക് വാക്ക് നടത്തുകയാണ്. അവരൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ മഹാവിജയം നേടും, അവർ 3-ാം ഊഴം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞാൽ അത്രത്തോളം ശുഭകരമൊന്നും അല്ല കാര്യങ്ങൾ നമുക്കറിയാം. അത്ര ശുഭകരമാണെങ്കിൽ തൃക്കാക്കരയിൽ പാർട്ടിയുടെ സകല മിഷണറി, ഇടതുമുന്നണി അതിന്റെ സകല മന്ത്രിമാരെയും സകല സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് 3 വോട്ടിന് എങ്ങനെയാണ് ഉമാ തോമസ് ജയിച്ചത്, PT തോമസ് മരിച്ചതുപോലെ ഒഴിവന്ന തൃക്കാക്കരയിൽ? അതുപോലെ ഉമ്മൻചാണ്ടി 5000 വോട്ടിന് ജയിച്ച മണ്ഡലത്തിൽ എങ്ങനെയാണ് സകല ശക്തിയും ഇടതുമുന്നണി ഉപയോഗിച്ചിട്ട് 36,000 38,000 വോട്ടിന് ഈ പറഞ്ഞ ചാണ്ടി ഉമ്മൻ ജയിച്ചത്? പാലക്കാട് 4000 വോട്ടിന് ജയിച്ച മണ്ഡലത്തിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ 18,000 വോട്ടിന് ജയിച്ചത്? 39,000 വോട്ടിന് ജയിച്ച ചേലക്കരയിൽ എങ്ങനെയാണ് 12,000 വോട്ടിലേക്ക് ഭൂരിപക്ഷം കുറഞ്ഞത്? അപ്പൊ ഈ പറയുന്ന പോലെ അത്ര സുഗമമൊന്നും അല്ല കാര്യങ്ങൾ.
ഭരണവിരുദ്ധ വികാരമുണ്ട്. പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രിമാർക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ, മകൾക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളൊക്കെ രാഷ്ട്രീയമായിട്ട് വലിയ ആയുധങ്ങളായിട്ട് മറുവശത്തുണ്ട്. ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ്. സാമ്പത്തിക രംഗത്തെ പ്രതിസന്ധിയൊക്കെ ഇടതുമുന്നണി നേരിടുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ ഇതൊന്നും ഉപയോഗിക്കാൻ തയ്യാറാകാതെ ഈ പറഞ്ഞ ഉപരിപ്ലവമായ കാര്യങ്ങളിൽ എന്തിനാണ് കോൺഗ്രസും UDF അഭിരമിക്കുന്നത്? ഇപ്പോ അതാണല്ലോ ചോദ്യം. അപ്പോൾ ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം പറയുന്നത് എന്താണ്? ഇനി വരാൻ പോകുന്നത് അംഗനവാടിയിലെ തെരഞ്ഞെടുപ്പല്ല എന്ന് യുവ നേതാക്കൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിനായിരുന്നു ഈ ഘട്ടം അല്ലെങ്കിൽ ഈ സമയം കോൺഗ്രസ് തെരഞ്ഞെടുക്കുന്നത്? എനിക്ക് ഒരു മിനിറ്റ് കൂടി തരൂ. അതായത് യഥാർത്ഥത്തിൽ ഇവർ അഡ്രസ് ചെയ്യേണ്ട വിഷയം എന്താ? അതായത് കോൺഗ്രസും UDF-ഉം നേരിടുന്നത് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഇനിയൊരു തെരഞ്ഞെടുപ്പ് പരാജയം കൂടി നേരിടാനുള്ള ശക്തി ഈ മുന്നണിക്കില്ല. അങ്ങനെ ഒരു വലിയ പരാജയം കൂടി ഇനി ഏറ്റുവാങ്ങേണ്ടി വന്നാൽ ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ഈ രീതിയിൽ കേരളത്തിൽ ഉണ്ടാകുമോ? എനിക്ക് ആശങ്കയുണ്ട്. ഈ മുന്നണി ഏതായാലും ഈ കോലത്തിൽ ഉണ്ടാവില്ല, ഈ UDF എന്ന് പറയുന്ന മുന്നണി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കെ സുധാകരനെ മാറ്റലാണോ, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ 100% പരിശ്രമം അല്ലെങ്കിൽ ഇട്ടുകൊടുത്തുകൊണ്ട് കൈവശം എന്തെല്ലാം പടക്കോപ്പുകളുണ്ട്, കൈവശം എന്തെല്ലാം വിഭവങ്ങളുണ്ട്, കൈവശം എന്തെല്ലാം ആൾശേഷിയുണ്ട്, അതെല്ലാം പരമാവധി ഉപയോഗിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും വിജയം നേടുക. അതിന് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആവശ്യമുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിലവിലുള്ള എഞ്ചിനീയറിംഗ് കൊണ്ട് പാർട്ടിയെയും മുന്നണിയെയും സർവ്വസജ്ജമാക്കി ഇറങ്ങുകയാണെങ്കിൽ അതാണ് ആവശ്യം. ഞാനൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ശ്രീ ജോർജ് പൊടിപ്പാറ, ഇവിടെ ശ്രീകുമാർ മനീർ സൂചിപ്പിച്ചതുപോലെ അതായത് ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്നത് സ്വാഭാവികമായും കോൺഗ്രസിലാണ് ഈ ജാതിമത സംഘടനകൾ എന്നതൊക്കെ നമുക്കറിയാവുന്നതാണ്. നേരത്തെ ഈ താക്കോൽ സ്ഥാനം പോലെയുള്ള പരാമർശങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് നേതാക്കളൊക്കെ രംഗത്ത് വരാറുണ്ട്. അതിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഒരു പരിധിവരെയൊക്കെ ഉണ്ട്, പക്ഷേ അത് കോൺഗ്രസിൽ പ്രകടമാണ്. ഈ ഘട്ടത്തിൽ അങ്ങനെയൊരു ജാതിമത സമവാക്യം എന്നത് കോൺഗ്രസ് നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതായത് സ്വാഭാവികമായിട്ടും ഈ UDF-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ഈ സാമുദായിക സമവാക്യങ്ങള് ഒരു പരിധി വരെ അതിനകത്തൊരു ഈക്വലിബ്രിയം അവർ പാലിച്ചിരുന്നു. അതായത് ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ പ്രധാന പങ്ക് UDF-നാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതിനൊരു കാരണമുണ്ട്. ഹിന്ദു വോട്ട് ബാങ്ക് ഇപ്പോൾ വലിയ തോതിൽ ഇടതുപക്ഷവും BJP-യും പങ്കുവെക്കുകയാണ്. വളരെ ചെറിയ ന്യൂനപക്ഷം മാത്രമേ ഹിന്ദു വോട്ട് ബാങ്കിൽ നിന്ന് UDF-ന് ഷെയർ ഉള്ളൂ, അല്ലെങ്കിൽ ഷെയർ വിഹിതമായിട്ടുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷ വോട്ടുകളുടെ ബൾക്ക് വിഹിതം സമാഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ UDF-ന് അധികാരം എന്ന് പറയുന്നത് അത്ര അപ്രാപ്യമായ ഒരു സ്വപ്നമായിട്ട് മാറുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ എന്ന് കരുതി ഈ അമിതമായ സമുദായ പ്രകടനം കൊണ്ട് കാര്യങ്ങൾ നടക്കൂ, അല്ലെങ്കിൽ തന്നെ ക്രൈസ്തവ സഭ ഇങ്ങനെ നേരിട്ടൊരു സമ്മർദ്ദ ശക്തിയായിട്ട് ഞങ്ങളുടെ ഒരാളെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ആ രീതിയിലൊരു പ്രസ്ഥാനം എവിടുന്നെങ്കിലും വന്നതായിട്ട് അറിയാമോ? ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സമ്മർദ്ദമൊന്നും അല്ല. പക്ഷെ UDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF വളരെ സമർത്ഥമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ കേരള കോൺഗ്രസ് എമ്മിനെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. അതുവഴി കത്തോലിക്ക വോട്ടിൽ പ്രത്യേകിച്ച് പാലാ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി പോലെയുള്ള രൂപതകൾ, എറണാകുളത്ത് അത് അത്ര ബാധിച്ചില്ല എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോഴും ഇനിയും ബാധിക്കാൻ പോകുന്നില്ല. അപ്പൊ ആ രീതിയിൽ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അവിടെ നടന്നു എന്നത് അവരുടെ അധികാരത്തിലേക്കുള്ള ആരോപണത്തെ വലിയ സഹായിച്ചു എന്നൊരു വിലയിരുത്തലുണ്ട്. അന്ന് നമ്മൾ മാധ്യമങ്ങളൊക്കെയും അങ്ങനെ വിലയിരുത്തിയതാണ് ആ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ മിടുക്കാണെന്നുള്ളത്. അപ്പൊ അതിലൊരു മാറ്റം വരുത്താൻ UDF ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കത്തോലിക്ക ഒരു പ്രാതിനിധ്യം ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എങ്കിൽ ഒരു പ്രാതിനിധ്യം കൊടുക്കാം. പക്ഷെ അത് ആന്റോ അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് അതിന് KPCC അധ്യക്ഷനെ മാറ്റി അവിടെ ആയിരിക്കണം അക്കോമഡേഷൻ എന്ന് ആവശ്യമാണോ എന്നും നിർബന്ധമൊന്നുമില്ല. അതാണ് ആലോചിക്കേണ്ടത്. അതായത് വെളുക്കാൻ തേച്ചത് പാണ്ടാകരുത് എന്ന് KPCC മനസ്സിലാക്കണം, AICC മനസ്സിലാക്കണം. പാർട്ടിയെ യഥാർത്ഥത്തിൽ മുന്നണിയെ സ്നേഹിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഈ ഘട്ടത്തിൽ പ്രയോറിറ്റി? നേതൃമാറ്റത്തിനാണോ അതോ തെരഞ്ഞെടുപ്പ് വിജയത്തിനാണോ? അങ്ങനെയാണ് താങ്കൾ പറഞ്ഞതുപോലെ ഈ ഘട്ടത്തിൽ വെളുക്കാൻ തേക്കുന്നത് പാണ്ടായി മാറുമോ എന്ന് ആശങ്കപ്പെടുന്നുണ്ടോ ഒരു വിഭാഗം കോൺഗ്രസുകാർ എങ്കിലും എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് ചർച്ചയിലേക്ക് തിരികെ എത്താം, ഇടവേളയ്ക്ക് ശേഷം.